നമസ്കാരം. ഇന്നലെ MC റോഡ് വഴി ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ കണ്ട ചില ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിലൂടെ ചിത്രീകരിച്ചു. ആ ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയണം, കാണണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ആ ഷൂട്ട് ചെയ്യപ്പെട്ട ചിത്രങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പന്തളം അടൂർ വഴി കൊട്ടാരക്കരയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ആ ബസ്സിൻ്റെ യാത്ര ഒന്ന് ശ്രദ്ധിക്കണം. ശരണ്യ ട്രാവൽസ്, ശരണ്യ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഈ വാഹനം, കൊട്ടാരക്കര അഡ്രസ്സിൽ പിൻഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വാഹനം ഏത് തരത്തിലാണ് റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ വാഹനത്തെ പിന്തുടർന്ന് തിരുവല്ലയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. തിരുവല്ലയിൽ നിന്ന് യാത്ര തുടങ്ങി ഈ വാഹനത്തിൻ്റെ പിന്നാലെ വരുമ്പോൾ പല പ്രാവശ്യവും ഈ വാഹനം ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയി എങ്കിലും പല പ്രാവശ്യവും കൃത്യമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്തോടു കൂടി എല്ലാ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ വാഹനം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിലൂടെ പകർത്തിയത്. ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ള രസകരമായിട്ടുള്ള വസ്തുതയാണ്. ഇത് കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുള്ള ഈ ശരണ്യ മോട്ടോഴ്സിൻ്റെ ഈ അധിപൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ തെറ്റില്ലാത്ത തരത്തിലുള്ളൊരു ബന്ധമൊക്കെ പറയുന്നുണ്ട്. ഇത് പ്രേക്ഷകർ അന്വേഷിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ലഭിക്കും. ഇത് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ സ്വന്തം വാഹനമാണ് എന്നുള്ള പ്രഖ്യാപനമൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. പക്ഷേ ഏതായാലും ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ഗവൺമെൻറ് രേഖകളിൽ ഞങ്ങൾ ഓൺലൈനായി പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കൃത്യമായിട്ട് ഈ വാഹനം നിരന്തരമായിട്ട് ട്രാഫിക് വയലേഷൻ നടത്തിക്കൊണ്ട് തെരുവിലൂടെ, നമ്മളെ റോഡിലൂടെ യാത്ര നടത്തുന്ന ഒരു വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഫിറ്റ്നസ് ഉൾപ്പെടെ ക്യാൻസൽ ചെയ്യാനും ഈ വാഹനത്തെ കൃത്യമായിട്ട് നിയമ നടപടികൾക്കും വിധേയനാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ സംവിധാനം തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ വാഹനത്തിന് സൈഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് യദുവിനെ തടഞ്ഞ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് വരെ ഇറക്കിവിട്ട്, ആ ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് വരെ ഒഴിവാക്കി ഇവിടെ കൃത്യമായിട്ട് അപകട വിമുക്ത കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ സ്വന്തം വാഹനങ്ങൾ പൊതുനിരത്തിൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ ശരണ്യ മോട്ടോഴ്സിനെ പോലുള്ള വാഹനങ്ങൾ പൊതുനിരത്തിൽ നിറഞ്ഞു നിന്ന് മറ്റു വാഹനങ്ങളെ, ആംബുലൻസിനെ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പരസ്യമായിട്ട് നിയമത്തെ അങ്ങനെ വെല്ലുവിളിച്ച് യാത്ര ചെയ്യുകയാണ്. മറ്റുള്ള എല്ലാ വാഹനങ്ങളും ഈ വാഹനം വരുന്ന ഈ ശരണ്യ മോട്ടോഴ്സിനെ കാണുന്ന മാത്രയിൽ തന്നെ സൈഡ് ഒതുക്കി അങ്ങനെ സ്വയരക്ഷ തേടേണ്ടതാണെന്നുള്ള പ്രഖ്യാപനം കുറിച്ചുകൊണ്ടാണ്. അതാ കണ്ടാൽ അറിയാം ആ ബസ് ഏത് തരത്തിലാണ് പോകുന്നത്, യാത്ര ചെയ്യുന്നതെന്ന് ഇപ്പോൾ ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് നടപടിയാണ് മന്ത്രി ഗണേഷ് കുമാറിന് ഈ വിഷയത്തിൽ എടുക്കാനുള്ളത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു സാമാന്യ യുക്തിയിലുള്ളൊരു ചോദ്യമാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ കയ്യിലെത്തുന്ന തരത്തിലേക്ക് നമ്മൾ ഷെയർ ചെയ്താൽ നന്നാവും എന്നുള്ളതാണ് ഈ വീഡിയോ എടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ് തന്നെയാണ് നമ്മുടെ റോഡുകളിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും.